ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ ഉണ്ണി. ഞങ്ങൾ ഡെന്റൽ സർജൻസ് ആണ്. ഞങ്ങൾക്ക് പല്ലിനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. അതായത് പല്ലെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങളിന്ന് പറയുന്നത്. The care to be taken after tooth extraction. Point number 1. പല്ലെടുത്ത ഭാഗത്ത് ഡോക്ടർ വെച്ച് തരുന്ന പഞ്ഞി അങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നേരം കടിച്ചു പിടിക്കുക. അരമണിക്കൂറിന് ശേഷം വളരെ സാവധാനം കൈകൊണ്ട് മാത്രം ആ പഞ്ഞി പുറത്തേക്ക് എടുത്തു മാറ്റുക. ഒരു കാരണവശാലും ശക്തമായി തുപ്പാതിരിക്കുക. ഇനി ഈ പഞ്ഞി കടിച്ചു പിടിച്ചിരിക്കുന്ന അത്രയും നേരം ഉമിനീർ വായിൽ പിടിച്ചു വെക്കാതെ അത് മിഴുങ്ങിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ പല്ലെടുത്തതിന് 24 മണിക്കൂർ നേരത്തേക്ക് കുറേശ്ശായി രക്തം പൊടിയാനുള്ള സാധ്യതയുണ്ട്. ഇനി അധികമായി രക്തസ്രാവം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ മാത്രം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പുതിയ ഫ്രഷ് പീസ് ഓഫ് കോട്ടൺ പഴയതുപോലെ ആ ഭാഗത്ത് അരമണിക്കൂർ നേരത്തേക്ക് കടിച്ചു പിടിക്കാം. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ കോട്ടൺ ഇല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ നമുക്ക് വേറൊരു കാര്യം ഉപയോഗിക്കാവുന്ന ടീ ബാഗ് ആണ്. അതായത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ടീ ബാഗ് ആ ഭാഗത്ത് കടിച്ചു പിടിക്കുക. എങ്ങനെയായാലും ബ്ലീഡിങ് നിന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ബ്ലീഡിങ് നിന്നില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. പോയിന്റ് നമ്പർ 2, പല്ലെടുത്ത ഭാഗത്ത് കവറിന് പുറത്തായിട്ട് ഒരു കവറിൽ കുറച്ച് ഐസ് എടുത്ത് പുറമെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. കുറച്ച് സമയം വെക്കുക, മാറ്റുക, പിന്നെയും കുറച്ച് സമയം വെക്കുക, മാറ്റിയത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഒരു 15 മിനിറ്റത്തേക്ക് ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന നീര് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പോയിന്റ് നമ്പർ 3, പല്ലെടുത്തതിന് ശേഷം ചൂടുള്ളതോ കട്ടിയുള്ളതോ ആയിട്ടുള്ള ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുക. പഞ്ഞി മാറ്റിയതിന് ശേഷം മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും കഴിച്ചതിന് ശേഷം മരവിപ്പ് മാറുന്നതിന് മുൻപേ ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് കഴിക്കുക. ഇനി ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നവരാണ് എങ്കിൽ സ്ട്രോ ഉപയോഗിക്കാതിരിക്കുക. എയറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്ന, അതായത് മെറിൻഡ, കൊക്കക്കോള അല്ലെങ്കിൽ ലൈം സോഡ തുടങ്ങിയവയും ഒഴിവാക്കുക. ഇനി ഡയബറ്റിക്സ് പോലുള്ള അസുഖമുള്ളവരാണ് എങ്കിൽ നമ്മുടെ ഈ ഐസ്ക്രീമിനൊക്കെ പകരമായിട്ട് ഓട്സോ കഞ്ഞിയോ അങ്ങനെ എന്തേലും തീരെ അരച്ച്, ഒട്ടും ചൂടില്ലാതെ തീരെ അരച്ചതിന് ശേഷം അത് കഴിക്കുക. കഴിച്ചതിന് ശേഷം മരുന്ന് കഴിക്കുക. പോയിന്റ് നമ്പർ 4, പല്ലെടുത്തതിന് 24 മണിക്കൂറിന് ശേഷം ഒരു ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം 3-4 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിലൊരു 3-4 തവണയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വായിൽ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുറിവ് ഉണങ്ങാനായിട്ട് അത് വളരെയധികം സഹായിക്കും. പോയിന്റ് നമ്പർ 5, പല്ലെടുത്തതിന് ശേഷം കഠിനാധ്വാനം ഒഴിവാക്കി മാക്സിമം റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് പല്ലെടുത്തതിന് ശേഷം കുളിക്കാമോ പല്ല് തേക്കാമോ എന്നൊക്കെയുള്ളത്. പല്ലെടുത്തതിന് 24 മണിക്കൂറിന് ശേഷം കുളിക്കുന്നതുകൊണ്ടോ പല്ല് തേക്കുന്നതുകൊണ്ടോ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പല്ലെടുത്തതിന് ശേഷം ശക്തമായി പുറത്തേക്ക് തുപ്പുക അല്ലെങ്കിൽ നല്ല ശക്തമായിട്ട് കുഴിഞ്ഞു തുപ്പുക, ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട പിടിച്ച രക്തം ഇളകി പോവുകയും അതുവഴി ബ്ലീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 6, പല്ലെടുത്തതിന് ശേഷം കുറഞ്ഞത് 7 ദിവസത്തേക്കെങ്കിലും പുകവലി, മുറുക്ക് അങ്ങനെയുള്ള ദുശീലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ദുശീലങ്ങൾ നമ്മുടെ മുറിവ് ഉണങ്ങുന്നതിന് തടസ്സമായി നിൽക്കാം. അതുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. പോയിന്റ് നമ്പർ 7, പല്ലെടുത്ത ഭാഗത്ത് ചിലപ്പോൾ എല്ല് തെളിഞ്ഞു കാണുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മള് നാക്ക് അല്ലെങ്കിൽ വെള്ളമോ മറ്റോ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ തൊട്ട് നോക്കി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 8, ഇപ്പൊ പല്ലെടുത്തതിന് ശേഷം സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ കൃത്യമായി വന്ന് സ്റ്റിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇപ്പം കുട്ടികളുടെ പല്ലാണ് എടുത്തതെങ്കിൽ അവരുടെ ആ മരവിപ്പ് മാറാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ ആ അത്രയും നേരം അവരുടെ നാവോ അല്ലെങ്കിൽ ചുണ്ടോ ഒന്നും കടിച്ചു മുറിക്കാതിരിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. വേറൊരു കാര്യം, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്ന് അത് യഥാസമയം യഥാക്രമം തന്നെ കഴിക്കുക. ഇനി മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത, അതായത് നന്നായി ചൊറിച്ചിലോ ശരീരം മുഴുവനുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ വയറിന് വേദന അങ്ങനെ എന്ത് അസ്വസ്ഥത തന്നെ തോന്നിയാലും
മരുന്ന് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ പല്ലെടുക്കാനായിട്ട് എല്ല് ഗ്രൈൻഡ് ചെയ്യേണ്ടതായി വരാറുണ്ട്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ അവസാനത്തെ നമ്മുടെ താഴത്തെ നിരയിലെ അവസാനത്തെ പല്ല്, തേർഡ് മോളർ എന്ന് പറയും, അത് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ. അതായത് പല്ല് പൂർണ്ണമായും എല്ലിൻ്റെ അകത്ത് കിടക്കുകയോ ഭാഗികമായി എല്ലിൻ്റെ അകത്ത് കിടക്കുകയോ വരുന്ന സന്ദർഭങ്ങളിൽ, പിന്നെ പല്ലും എല്ലും കൂടെ യോജിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ, അതായത് ആൻകൈലോസിസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എല്ല് ഗ്രൈൻഡ് ചെയ്ത് പല്ലെടുക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് 2-3 ദിവസത്തേക്ക് നല്ല നീരുണ്ടാകാം, പിന്നെ വേദന ഉണ്ടാകാം, വായ തുറക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഡോക്ടർ തരുന്ന മരുന്ന് കൃത്യമായി 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് കഴിക്കുക. അപ്പോൾ ഡോക്ടർ മൗത്ത് എക്സസൈസ് പറയുമായിരിക്കും, വായ തുറക്കാനുള്ള എക്സസൈസ് ആണ് അത് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, പല്ലെടുത്ത് 2 ദിവസത്തിന് ശേഷം അനുഭവപ്പെടുന്ന അതിശക്തമായിട്ടുള്ള വേദന, അതായത് ഉറക്കത്തെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള വേദനയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും ആ ഭാഗത്തൊരു മരുന്ന് വെക്കേണ്ടതുമാണ്. ഇതിനെ ഡ്രൈ സോക്കറ്റ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ ഫോം ചെയ്ത ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ രക്തക്കട്ട ഇളകി പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഞങ്ങൾ പറഞ്ഞു തന്ന ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ദന്ത സംബന്ധമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനലായ ക്രിസ്റ്റൽ സ്മൈൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.